എറണാകുളം കൂത്താട്ടുകുളത്ത് കാറ്റ് വീശിയപ്പോൾ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര മുകളിലേക്ക് ഉയർന്നു. കൂത്താട്ടുകുളം തിരുമാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം. സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കാനായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എത്തിയ ചടങ്ങിലായിരുന്നു ഈ സംഭവം. പിന്നാലെ സ്കൂൾ അധികൃതരെ രൂക്ഷമായി മന്ത്രി വിമർശിച്ചു. ഈ ഷീറ്റ് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റിക്കൊള്ളുക, അല്ലെങ്കിൽ HM ഒന്നാം പ്രതിയാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുത്ത്? ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. മാനേജറെ പിരിച്ചുവിട്ടു. അപ്പോൾ ഇവിടെ മാനേജറില്ല, അതിന് പകരം HM-ഉം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പാളും ഈ പ്രദേശത്തെ AIO DO-മാരും ഇതിന് മറുപടി പറയേണ്ടി വരും. ഞാൻ ഈ കാറ്റടിച്ചപ്പോൾ അതിൽ നോക്കുകയാണ്, ഇത് പറന്ന് വീഴുമല്ലേ എന്നുള്ള വിവരം. രാഗിനാണ് വിവരങ്ങളുമായി. രാഗിൻ, ഇങ്ങനെ അപകടകരമായി എത്രയെത്ര സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ മരം വീഴുന്ന ഉൾപ്പെടെയുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിയതാണ്. സുരക്ഷ ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചാലും ഒരിടത്തും ഒന്നും നടക്കുന്നില്ല എന്ന തോന്നലാണ് ഇത്തരം സംഭവങ്ങൾ കാണുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു നടപടി, ഇങ്ങനെയൊരു ഷീറ്റ് മാറ്റണമെന്ന നിർദ്ദേശം ഉണ്ടാകുന്നത്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് ഈ മന്ത്രി തിരുമാറാടിയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പരിപാടിക്ക് എത്തിയതാണ്. അതായത് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിന് എത്തിയതാണ്. ആ ഘട്ടത്തിൽ മന്ത്രി അവിടെ വേദിയിലിരിക്കുന്ന ഘട്ടത്തിലാണ് കാറ്റുണ്ടാവുകയും കാറ്റത്ത് ഈ ഷീറ്റ് വലിയ തോതിൽ ഇളകുന്നതും കണ്ടത്. തുടർന്നാണ് മന്ത്രി ക്ഷുഭിതനായത്. മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു. അതായത് ഈ ഷീറ്റ് എത്രയും വേഗം, മേൽക്കൂരയിലെ ഷീറ്റ് എത്രയും വേഗം നന്നാക്കണം, നന്നാക്കിയില്ല എങ്കിൽ HM ആയിരിക്കും ഒന്നാം പ്രതി. ഇതൊന്നും ശ്രദ്ധിക്കാത്ത PTA പിരിച്ചുവിടേണ്ടി വരും. മാത്രമല്ല പ്രിൻസിപ്പൽ, AEO DO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇതിൽ മറുപടി പറയേണ്ടി വരും. എന്തായാലും ഈ തേവലക്കരയിൽ ആ കുട്ടി ഷോക്കേറ്റ് മരിച്ചതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു മന്ത്രിയുടെ ശക്തമായിട്ടുള്ള വിമർശനം. മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് പണം കൊടുത്തത് കൊണ്ടോ ഒന്നും കാര്യമില്ല, മറിച്ച് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, അവരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് മന്ത്രി നൽകിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം മന്ത്രി അവിടെ എത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇക്കാര്യങ്ങൾ ബോധ്യമായി. അതുതന്നെ ഉടനെ നേരെയാക്കാൻ പറയുകയും ചെയ്തു. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകാം. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ വെണ്ണല സ്കൂളിലെ ഒരു വിഷയം നമ്മൾ വാർത്ത ചെയ്തിരുന്നു, മാതൃഭൂമി ന്യൂസ് വാർത്ത ചെയ്തിരുന്നു. അവിടെയും ആ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നില്ല എങ്കിലും മറ്റ് ഒരു കെട്ടിടത്തിൽ ബുദ്ധിമുട്ടിലായ അവസ്ഥയിലാണുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലയിടങ്ങളിലും ഉണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സ്കൂൾ അധികൃതർ മന്ത്രിയോട് പറഞ്ഞത് നേരത്തെ അവിടെ ഇത്തരം വിഷയം ഉണ്ടാകുകയും അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതാണ് അധികാരികളുടെ എന്നതാണ്. എന്തായാലും അടിയന്തര അറ്റകുറ്റപ്പണിക്ക് 20 ലക്ഷം രൂപയാകും. അതിൽ 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് കൊടുക്കും. ബാക്കിയുള്ള 10 ലക്ഷം രൂപ കൂടി വേണമെന്നൊരു ആവശ്യം ഇപ്പോൾ അധികൃതർക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും ഉടനെ വിഷയം പരിഹരിക്കണമെന്നാണ് മന്ത്രി നിർദ്ദേശിച്ചത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പരിഹരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്നതാണ് മന്ത്രി വ്യക്തമാക്കിയത്. അത് ഈ കൊല്ലത്തെ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു മന്ത്രിയുടെ താക്കീതും വിമർശനവും ഒക്കെ തന്നെ ഈ അധികൃതർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്.